വെൽക്കം ബാക്ക് ടു വിക്ടേഴ്സ് ഹെൽപ്പർ. ഫോർത്ത് സ്റ്റാൻഡേർഡിലെ EVS ടെക്സ്റ്റ് ബുക്കിലെ തേർഡ് ചാപ്റ്ററായ റോഡ് ടു ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന പാഠഭാഗത്തോടനുബന്ധിച്ച് ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ പറഞ്ഞ പ്രവർത്തനങ്ങളാണ് നാം ഇന്നിവിടെ ചെയ്യാനായി പോകുന്നത്. ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കിക്കോളൂ. ആൻസേഴ്സ് മലയാളത്തിലും ഇംഗ്ലീഷിലും കാണിക്കുന്നുണ്ട്, നോക്കിക്കോളൂ. റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്. നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. നോക്കിക്കോളൂ. നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് വാസ് എ മാസ് മൂവ്മെന്റ് വിച്ച് വാസ് launched by ഗാന്ധി in 1920. 1920 മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ പുറപ്പെട്ട ഒരു സമരമാണ് നിസ്സഹകരണ പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കളും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിലുള്ള ജോലിയും ബ്രിട്ടീഷ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള എല്ലാവിധ സേവനങ്ങളും ബഹിഷ്കരിക്കുക എന്നത് തന്നെയായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ മെയിൻ ലക്ഷ്യം. ഇറ്റ് വാസ് എ പീസ്ഫുൾ ആൻഡ് എ നോൺ വയലന്റ് പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ. ഇത് വളരെ സമാധാനപരവും അതുപോലെ തന്നെ അഹിംസയിലൂന്നിയതുമായ ഒരു പ്രക്ഷോഭമായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ. Indians were asked to surrender their titles and resign from nominated seats in the local bodies as a mark of protest. അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ ആ ജോലിയിൽ നിന്നും റിസൈൻ ചെയ്തു. ഇന്ത്യക്കാരായ ആൾക്കാർ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ ആ ജോലിയിൽ നിന്നും റിസൈൻ ചെയ്തു. അതുപോലെ തന്നെ പീപ്പിൾ ഹാഡ് ടു റിസൈൻ ഫ്രം ദ ഗവൺമെന്റ് ജോബ്സ്. People were asked to withdraw their children from government-controlled or aided schools and colleges. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവർ അവിടെ പഠിക്കാതെ അവരുടെ പഠിത്തം അവർ ഉപേക്ഷിച്ചു. The main aim of the non-cooperation movement was the demand of Swaraj or the self-government. നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിന്റെ ഏറ്റവും പ്രധാന ഡിമാൻഡ്, ലക്ഷ്യം എന്ന് പറയുന്നത് സ്വരാജ്, സ്വയം ഭരണം എന്നുള്ളതായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭരണം അവസാനിപ്പിച്ച് സ്വരാജ് നേടുക എന്നുള്ളതായിരുന്നു നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിന്റെ മെയിൻ ഡിമാൻഡ്. നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് എഴുതാം. നമുക്ക് മലയാളത്തിലുള്ള ഉത്തരം നോക്കാം. 1920 ഗാന്ധി ആരംഭിച്ച ബഹുജന പ്രസ്ഥാനമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സർക്കാരിനെതിരെ സമാധാനപരവും അഹിംസാത്മകവുമായ പ്രതിഷേധമായിരുന്നു അത്. പ്രതിഷേധത്തിന്റെ അടയാളമായി ഇന്ത്യക്കാർക്ക് തലക്കെട്ടുകൾ സമർപ്പിക്കാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സീറ്റുകളിൽ നിന്ന് രാജിവെക്കാനും ആവശ്യപ്പെട്ടു. ആളുകൾക്ക് സർക്കാർ ജോലി രാജിവെക്കേണ്ടി വന്നു. സർക്കാർ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും കുട്ടികളെ പിൻവലിക്കാൻ ആളുകളോട് ആവശ്യപ്പെട്ടു. സ്വരാജ് അഥവാ സ്വയംഭരണം എന്നതായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇത് ഒരു ചെറിയ കുറിപ്പായിട്ടാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഒരുപാടൊന്നും എഴുതിയിട്ടില്ല, കുട്ടികൾക്ക് പഠിക്കാൻ പ്രയാസമാകും. ഫോർത്തിലെ കുട്ടികളല്ലേ, അപ്പോൾ ചെറിയൊരു കുറിപ്പാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഏതാണ്ട് ഇത്രയും മതിയാകും. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. സെക്കൻഡ് ആക്ടിവിറ്റി നോക്കൂ. റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ടിനെ കുറിച്ച് ചെറിയൊരു കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ടാണ്. നോക്കുക. റൗലറ്റ് ആക്ട് ഏത് ഇയറിലാണെന്ന് കൊടുത്തിട്ടുണ്ട്. 1919. നോക്കിക്കോളൂ. റൗലറ്റ് ആക്ട് വാസ് എ റൂൾ വിച്ച് അലൗസ് ദ ഗവൺമെന്റ് ടു അറസ്റ്റ് or detain any person without a fair trial in the court who was seen protesting or criticizing the British authority. റൗലറ്റ് ആക്ട് 1919 ഈ നിയമം എന്തിനായിരുന്നു അനുവദിച്ചിരുന്നത്? ഒരു വ്യക്തിയെ, അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ എതിർക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്ന ഇന്ത്യക്കാരെ യാതൊരുവിധ വിചാരണയും കൂടാതെ അറസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അന്യായമായി തടങ്കലിൽ വെക്കാനും ഒക്കെ ഈ ആക്ട് അനുവദിച്ചിരുന്നു. ഇനി മലയാളത്തിൽ നോക്കാം. റൗലറ്റ് ആക്ടിനെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് എഴുതുക. ബ്രിട്ടീഷ് അധികാരത്തെ പ്രതിഷേധിക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്നവരെ കോടതിയിൽ ന്യായമായ വിചാരണ കൂടാതെ ഏതെങ്കിലും വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനോ തടങ്കലിലാക്കാനോ സർക്കാരിനെ അനുവദിച്ചിരുന്ന ഒരു ചട്ടമാണ് റൗലറ്റ് ആക്ട്. വർഷവും കൊടുത്തിട്ടുണ്ട്, 1919. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. നമ്മുടെ ഈ ആക്ടിവിറ്റി നോക്കിക്കോളൂ.
എല്ലാ ക്ലാസ്സിലും ചെയ്യുന്ന പോലെ നാം ഇന്ന് പഠിച്ച പാഠഭാഗത്ത് നിന്നും വരുന്ന ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ആണ്. ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ട ക്യൂസ് ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഒരു 4 ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് കിട്ടുകയാണെങ്കിൽ അതും കൂടി എഴുതി ചേർക്കുക. നോക്കിക്കോളൂ, ഞാനിപ്പോൾ 1, 2, 3 എന്ന് തന്നെയാണ് ഇട്ട് പോയിട്ടുള്ളത്. നിങ്ങൾ എഴുതുന്നതിന്റെ ബാക്കിയായിട്ടുള്ള നമ്പർ വേണമെങ്കിൽ ഇടാവുന്നതാണ്. അല്ലെങ്കിൽ ഹെഡിങ് എഴുതിയിട്ട് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് എന്ന ഹെഡിങ് എഴുതിയിട്ട് പാർട്ട് 1, പാർട്ട് 2 അങ്ങനെ വേണമെങ്കിൽ ഇട്ട് പോകാം. നോക്കിക്കോളൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, The Jallianwala Bagh massacre took place in the year. ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ്, ഏത് വർഷമാണ് എന്നാണ് ചോദ്യം. 1919 ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല നടന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Who ordered the shooting at Jallianwala Bagh massacre that killed thousands of protesters? ആയിരക്കണക്കിന് പ്രതിഷേധക്കാരെ കൊന്ന ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊലയിൽ വെടിവെക്കാൻ ഉത്തരവിട്ടത് ആരാണ്? ആ ഉദ്യോഗസ്ഥന്റെ പേരെന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരിക്കുമല്ലോ. പേര് നോക്കുക, റെജിനാൾഡ് ഡയർ. റെജിനാൾഡ് ഡയർ എന്നായിരുന്നു അയാളുടെ പേര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. What was the main demand of non-cooperation movement? നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രധാന ആവശ്യം എന്തായിരുന്നു? ഈ ഒരു ചോദ്യവും ഉത്തരവുമായിട്ട് നാം നേരത്തെ ഷോർട്ട് നോട്ട് എഴുതിയപ്പോഴേ ഈ ഒരു പോയിന്റ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ്. എന്തായിരുന്നു പ്രധാന ലക്ഷ്യം? സ്വരാജ്. സ്വരാജ് എന്ന് പറഞ്ഞാൽ സ്വയംഭരണം എന്നുള്ളതായിരുന്നു പ്രധാന ആവശ്യം. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Where does Jallianwala Bagh massacre took place? ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല എവിടെയാണ് നടന്നത്? അമൃത്സർ ഇൻ പഞ്ചാബ്. പഞ്ചാബിലെ അമൃത്സറിലായിരുന്നു ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല നടന്നത്. എന്നായിരുന്നു? ഓൾറെഡി നമ്മൾ ആ ക്വസ്റ്റ്യൻ കണ്ടതാണ്. 1919 മിക്കവാറും എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഈ ജാലിയൻവാലാ ബാഗിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് മിക്കവാറും നാം കാണാറുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ റീഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും എഴുതുക. റൗലറ്റ് ആക്ട് എന്നാണ് നിലവിൽ വന്നത്. ആ ഒരു ഇയറൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. നമ്മൾ ഷോർട്ട് നോട്ടിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് അതും കൂടി ഉൾപ്പെടുത്തി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ സ്റ്റഡീസിന്റെ EVSന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ചാപ്റ്റർ നന്നായിട്ട് വായിക്കുക. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ട് വായിക്കുക. ചില പോർഷൻസിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് പറയാനുള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത്രയും നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ അതോടൊപ്പം തന്നിരിക്കുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. ലെറ്റ്സ് ഫൈൻഡ് അപ്പ്. സീ യു അഗൈൻ. ബൈ.